ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചവൻ ഞാൻ. ഇന്നൊരു മുറിവീതം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ട ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനെ ഒന്ന് ഒതുക്കാൻ എന്താറപ്പായി ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ അല്ല, നീ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് എന്നാ കറിക്കുന്ന അരച്ചേ? അമ്മച്ചി, എനിക്കൊരു വയറ്റുവേദന. അയ്യ, നീ കാലത്ത് കണ്ണടച്ചാണെ വല്ലതും തിന്നാ? ഇല്ല. ആ, എന്നാ വായിന്റെ കയറ്റമായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? പോയി സാരിയും ബ്ലൗസും മാറ്റിട്ട് പോടി തന്നെ. സാറേ, ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? ഈ കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കുക. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താ വന്നത്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ? പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവക്കടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലവും ഒക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതെന്ന് സാർ അറിഞ്ഞ? എന്താ? സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതിയോ? ഓ, ആ കള്ളക്കൈവരി പത്രാധിപര പണിയാ. എടാ, ഇതാ 6-ാം പറഞ്ഞ രാജപ്പൻ ഡോക്ടർ കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ളതാ. രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ദയവാ അയച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണേ. ഞമ്മക്കിട്ടൊരു അരിയാ അരിച്ചിരിക്കണത്. എന്താ, എന്റെ അടി ഏറ്റില്ലേ? ഏറ്റുവാശാലേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശുൻ ഡോക്ടറെ. ഇത് കണ്ടോ? ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്നു. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഗോറമുണ്ട് തിന്നും. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചിന് മഷിക്കൽ എന്ത് വില കൂടുതലാണെന്നു. കള്ളിന് ഒരു വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ. രാത്രി ആയാൽ കുറെ റൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. I am very sorry for the trouble, doctor. It's all right. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ?
പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. ശരി. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കുന്നട്ട. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കുന്നട്ട. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ? കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ, കുഞ്ഞുങ്ങളെ കൂടി. അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞ് അമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി. ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണം എന്റെ ഇടിപ്പിക്കിടന്നതാ. ഇതാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ടു കളഞ്ഞു. ശരി അമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി വെള്ളി മതിയല്ലോ. അല്ലാടി, എനിക്കത്ര വയസ്സായി പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ, കുഞ്ഞിപ്പോ ഇവിടുന്ന് പോകുന്നത് അല്ലാതെ വേറെ മാർഗമില്ല നാണിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്തു പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും. അത് ശ്രദ്ധിക്കണം. എന്താ ഞാൻ നോക്കിക്കൊള്ളാം മുന്നേ. നീനെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാളെയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷ ഇരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂല്ലേ? കുമാരേട്ട, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും തുള്ളിയിടുകയില്ല. ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് സമാധാനമായിട്ട് പോ. മോനെ മോനെ, നീനെവിടെ?
തന്നെ വെച്ചോ. അവരുടെ നാട്ടിൽ നിന്ന് പുതിയ വേലക്കാരി വരണുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞേ. ഏമാനെ കണ്ടോ? കാണുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ തള്ളയുടെ കൈ കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കാണും. ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്. തൽക്കാലം ഇന്ദുക്കുഞ്ഞിന് വീട്ടിൽ പോയി നിൽക്കും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട. ഇവിടെ ഒരു വാദം നടത്താറുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളൂ. വരട്ടെ മോളെ, വരട്ടെ മോനെ.